അല്ല ചക്കടാന വണ്ടിങ്ങളോട് ചക്ക കുഴിഞ്ഞിക്കണ എന്താ? കുഞ്ഞിക്കല്ല എന്താ ചെയ്യാ? ഇതൊക്കെ ഒന്നും മൂപ്പായിട്ടില്ല. ഇതൊന്നും ഇടിച്ചക്കല്ല, മൂത്തക്കല്ല. മൂത്തക്കല്ലേ വേണ്ടേ? മൂത്തല്ലേ മുകളിൽ നിക്കണത്. എവിടെ? അതാ അതോ? ആ അയ്യോ, അതൊക്കെ കേറിടാന്ന് കേറിടാന്. കേറിടണ്ട, തോട്ടിയെടുത്ത് വന്നിട്ട് ഇട്ടാ മതി. ഇനിയിപ്പോ ഞാന് പണിയാ തോട്ടിട്ട് വന്നിട്ട് അത് ഇടാം. എന്നിട്ട് നാളേക്ക് ഉണ്ടാക്കാം. നാളേക്കോ? നാളെ പെരുന്നാളല്ലേ? പെരുന്നാളല്ലേ? അല്ല എല്ലാ വർഷവും പെരുന്നാളിന് സലാമക്കടെ വീട്ടിൽ നിന്നല്ലേ ഭക്ഷണം കഴിക്കാറ്? പ്രാവശ്യം മൂപ്പരെ കണ്ടില്ലല്ലോ. ഞാനത് പറയാൻ മറന്നിട്ടോ. എന്റെ ഉമ്മ ഹോസ്പിറ്റലിലാണല്ലോ. കുറച്ച് സീരിയസ് ആണ്, ഹോസ്പിറ്റലാണ്. ഇപ്പൊ ഇന്നാള് നമ്മളൊരു 10 ദിവസമല്ലേ ആയിട്ടുണ്ടാവുള്ളൂ നമ്മളവരെ കണ്ടിട്ട്. അപ്പൊ ഒരു കുഴപ്പമില്ല ഉമ്മക്കൊന്നും. വലിയ കുഴപ്പമൊന്നുമില്ല. അന്ന് നമ്മൾ രണ്ടാളും കൂടി പോയതല്ലേ. അപ്പൊ 10 15 ദിവസം പറയുണ്ടാവും. അന്ന് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതിന് ശേഷം ഞാന് ഒരു പ്രാവശ്യം അവനെ റോട്ടിൽ വെച്ച് കണ്ടിരുന്നു. അപ്പൊ കണ്ടിട്ട് പിന്നെ ഞാനും അവനെ കൂട്ടിട്ട് വീട്ടിൽ പോയി. അപ്പൊ അവൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് വയ്യായ്ക കൂടുതലുണ്ട് പറഞ്ഞിട്ട് ഞാനും അവനും കൂടി വീട്ടിൽ പോയി അതിനായിട്ട് സംസാരിക്കൊക്കെ ചെയ്താ. സംസാരിക്കുമ്പോഴൊക്കെ അപ്പൊ തന്നെ കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പറയണമെന്ന് തന്നെ മനസ്സിലാവണമെന്നില്ല. അപ്പൊ എന്നോട് ചോദിച്ചു എന്ത് സ്വപ്നേനെ കൊണ്ടുവരാഞ്ഞെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ ഒരു ദിവസം വരുമ്പോ ഞാൻ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ട് പോന്നതാണ്. പിന്നെയാണ് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആണ്, കുറച്ച് സീരിയസ് ആണെന്നൊക്കെ അവൻ പറഞ്ഞത്. ഐസിയിലാണെന്നൊക്കെ പറഞ്ഞത്. ഞാനൊന്നും അറിഞ്ഞില്ല കേട്ടാ. ഉമ്മക്കാണെങ്കിൽ ഞാൻ വെച്ച ജീവനാ. നിങ്ങളാണെങ്കിൽ ആവശ്യം എന്നോട് പറയൂല. അത് പറയാത്തല്ല, ഞാൻ തിരക്കിന്റെ ഇടയില് എന്തോ വിട്ടുപോയി. ഹോസ്പിറ്റലാണെങ്കിൽ അവനാണെങ്കിൽ ഹോസ്പിറ്റലിലാണ് ഫുള്ള്. കാരണം വേറെ ആരും ഇല്ലല്ലോ. സീനത്ത് കുട്ടികൾ മാത്രമേ വീട്ടിലുള്ളൂ. പ്രാവശ്യം പിന്നെ പെരുന്നാളിനൊക്കെ അവന് ബുദ്ധിമുട്ടാണ്. അതിന് പ്രാവശ്യം വിളിക്കാതിരുന്നല്ലോ. എന്നാലും പെരുന്നാളൊക്കെ ആയിട്ട് ആ കുട്ടികളൊന്നും ഇല്ലാന്ന് വെച്ചാല് പെരുന്നാളിനിപ്പോ അല്ലെങ്കിൽ വേറെ പരിപാടി ഇല്ലല്ലോ. പ്രാവശ്യം പെരുന്നാള് നമ്മളെ വീട്ടിലാക്കിയാലോ? നമ്മളെ വീട്ടിൽ വെച്ചത് നമ്മളുടെ വീട്ടിൽ പറഞ്ഞാൽ നമ്മുടെ വീട്ടില് ഈ നാളെയുള്ള പെരുന്നാള്. നാളെ പുലർച്ചെ നേരത്തെ കഴിച്ചിട്ട് പെരുന്നാളിന്റെ വിഭവങ്ങളൊക്കെ ഉണ്ട് റെഡിയാക്കാം. ഞാനിന്ന് പോയിട്ട് സലാമിന്റെ വീട്ടിൽ പോയിട്ട് സീനത്തോട് കുട്ടികളോട് ഇങ്ങോട്ട് വരാൻ പറയാം. നാളെ കൂടെ അവർക്കിപ്പോ എന്താ സലാമിന് അതൊന്നും പ്രശ്നമില്ല. കാരണം അവർക്ക് ഇപ്പൊ കുട്ടികൾക്കൊരു ഇത് വേണ്ട. പിന്നെ അതൊന്നും കുഴപ്പമൊന്നുമില്ല. അത് നമ്മളൊരു കാര്യം പറഞ്ഞപ്പോ അവര് അതൊന്നും എതിർത്ത് പറയുന്നില്ല. അവര് വരികയൊക്കെ ചെയ്യും. ഞാനൊരു പണി ചെയ്യാം. ഞാന് അവര് വീട്ടിൽ പോയിട്ട് പറയാം. എന്നിട്ട് നമുക്ക് ഇവിടാണ്ട് വിളിക്കാം. ഒരു കാര്യം ചെയ്യും, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ടോ, ഞാൻ ലിസ്റ്റ് തരാം. പിന്നെ കുട്ടികൾക്ക് ഒരു ഡ്രസ് എടുക്കണം. എന്തൊക്കെ വാങ്ങണ്ടിച്ചല്ലേ? ഇനിയിപ്പോ സമയമില്ലല്ലോ. ഇതൊക്കെ വാങ്ങണ്ടിച്ചൊക്കെ ഇതാക്കിയോ. അപ്പൊ ഞാൻ സാധനം വാങ്ങാൻ പോകുമ്പോ അവര് വീട്ടിൽ പോയിട്ട് കാര്യം പറയുകയും ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യാം. അല്ല എന്താ ആലോചിക്കണ? അതല്ലേ ഞാന് എല്ലാ പെരുന്നാളിനും ആ ഉമ്മയാണ് നമുക്ക് ഭക്ഷണം വിളമ്പി തന്നിരുന്നത്. അത് ശരിക്കും പറഞ്ഞാലേ അതിന്റെ സ്നേഹമാണ് വിളമ്പിയിരുന്നത്. എന്തൊരു അപ്പൊ ഉമ്മ പ്രാവശ്യം ഇവിടെ അത് വിളമ്പാനില്ലാതെ ഒരു വിഷമവും പോലെ. അതിന് നിങ്ങൾ വിഷമിക്കണ്ട. നമുക്ക് എല്ലാവർക്കും കൂടി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോവാം. ഉമ്മക്കുള്ള ഭക്ഷണം കൊണ്ടുപോവാ. എന്നിട്ട് കുറെ നേരം ഉമ്മയുടെ അടുത്ത് ഇരുന്നിട്ട് നമുക്ക് വൈകിട്ട് തിരിച്ചു പോകാൻ മതി. അപ്പൊ സലാമിനുള്ളതും ഉമ്മക്കുള്ളതും ഭക്ഷണമായിട്ട് നമുക്ക് നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് കുറച്ച് നേരത്തെ പോവാല്ലേ. എന്നിട്ട് നമുക്ക് വൈകുന്നേരം അപ്പൊ ഉമ്മക്ക് നല്ല സന്തോഷമാണോ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഉമ്മ അങ്ങനെ ഭക്ഷണം ഒന്നും കഴിക്കില്ല എന്ന് സലാം പറഞ്ഞത്. അതൊക്കെ കഴിക്കും, ഞാൻ കൊടുത്താ കഴിക്കും. ശരി, അങ്ങനെ ചെയ്യാം. കാരണം ഈ വേഗം അപ്പൊ ഞാൻ എന്തൊക്കെ വാങ്ങിട്ട് ആൾക്ക് എഴുതിയിട്ട്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ പെരുന്നാൾ ആശംസകൾ.